അതാ കോൺഫ്ലവർ, മുട്ട, ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ടില്ലേ. പുളി വയ്ക്കാനുള്ള അമ്മ ഉള്ളി ഉണക്കമുളകും ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായി. മറ്റത് ഒരു സൗണ്ടും വരാത്ത അറിയാം. അടുത്തയിലേ വരുള്ളൂ അല്ലേ? കഴിയാറാകുമ്പോഴേക്കും സൗണ്ട് വരില്ല സാധാരണ. കളറ് നരച്ചുണ്ടായില്ല. ഒക്കെ ശരിയാക്കി തരാം. ഇപ്പൊ കളറായി. ഇനി ഇതിൽ കളർ കൂട്ടി കഴിഞ്ഞാൽ ഒന്നും കൂടി കളറാവും കേട്ടോ. അങ്ങനെ കളർ വേണ്ട, ഈ കളർ മതി. ഈ കളർ മതി. നിങ്ങൾ കണ്ണ് കെട്ടിയിട്ടാണ് നേരത്തെ കളർ വരാതിരുന്നത്. ഞാനിപ്പോ കണ്ണിപ്പോ കെട്ട് അയച്ചില്ലേ? കെട്ട് അയച്ചില്ലേ? ശരിയായില്ലേ? ശരിയായില്ലേ? പിന്നെ ചില്ലിന്നല്ല പറയുന്നത്, അറിയി പറയും. ഫ്രൈ ഇതാണ് ഫ്രൈ. അപ്പോൾ ഫ്രൈ ആക്കിയാൽ എന്താ അറിയുക? നമ്മൾ കറി ഇല്ലാതെ വരട്ടിയ പോലെ ആക്കുന്നതിനാണ് ഫ്രൈ പറയുന്നത്. ഇവിടെ കടയിലൊക്കെ ഫ്രൈ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. ഇതിനെ ചില്ലി എന്നാണ് ഇവിടെ പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരല്ലേ പറയുക അല്ലേ? ഇന്നലെ മിഞ്ഞാണോ ആരോ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് മുളക് വറുത്തപുളിയുടെ റെസിപ്പി വന്നിട്ട്. മുളക് വറുത്ത പുളി ഇത്ര ഡിമാൻഡുള്ള സാധനമായത്. നാളെ കോഴിക്കോട് നിന്ന് ഒരു ചേച്ചി വിളിച്ചപ്പോൾ പറയണേ, റസിയുടെ വീഡിയോ കണ്ടിട്ട് മുളക് വറുത്ത പുളി ഉണ്ടാക്കിയിട്ട് അവരുടെ ഭർത്താവ് പറയത്ര ദിവസം വെക്കാൻ പറയത്ര പുളി. അവൻ ഞാൻ എന്നിട്ട് പറഞ്ഞു പുളിയാണ് വെച്ചാൽ ചോറ് അധികം കഴിക്കും. ഏട്ടൻ കേട്ടില്ലേ അത് പറയുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുളി ഇഷ്ടമില്ലാത്തവർ അധികം ഉണ്ടാവില്ല കേട്ടോ. ചിലർ പറയും റസിയുടെ പുളിപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അല്ലാത്തവർക്ക് ഞങ്ങളുടെ പാലക്കാടത്തെ മുളക് വറുത്ത പുളിയില്ലേ, എൻ്റെ അമ്മൂട്ടിയൊക്കെ അല്ലേ എന്ത് ഇറച്ചിയാണെന്ന് വെച്ചാലും എന്തായാലും പുളി ഉണ്ടെങ്കിലേ അവൾ ഒരു കയ്യിൽ ചോറ് കൂടുതൽ കഴിക്കും. അവൾക്ക് എപ്പോഴും തന്നെ ഞാനതെന്നെ പുളി വയ്ക്കുമ്പോൾ പറയുന്നത് നാളേക്കും കൂടി കൂട്ടി വെച്ചോളി. നാളെ ഞങ്ങൾ പുറത്തേക്ക് ഓരോ സ്ഥലത്തേക്ക് പോവാ കേട്ടോ. നിങ്ങൾ നീക്കുമ്പോഴേക്കാണ് ഞങ്ങൾ പോവും. അമ്മൂനെ കൊണ്ടുപോയിട്ട് വെള്ളച്ചോറ് നമ്മൾ തൈര് കൂട്ടിയിട്ട് വെള്ളച്ചോറ് കഴിക്കില്ലേ, അതേപോലെ മുളക് വറുത്ത പുളിയും കൂട്ടിയിട്ടില്ലേ വെള്ളച്ചോറും. ബാക്കിയുള്ളതല്ല, അത് കഴിച്ച് ശീലമുള്ളവർക്ക് ഇറച്ചിനെക്കാളും ഇഷ്ടമുള്ള സംഭവമാണ്. എന്താണ്ട് വെറും വെള്ളമാണ്. പിന്നെന്താ ശരിക്ക് ഇത് അതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ മാന്തൾ വറുത്ത പുളിയാണ്. മാന്തൾ വറുത്തതാണ് പറയില്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കണത് എന്താ പറയുക, ഉണക്കമുളകും ചെറിയുള്ളിയും പാടെ ചമ്മന്തി അരക്കില്ലേ, എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കില്ലേ, അതും കൂട്ടിയിട്ട് കഴിക്കാൻ. അതെനിക്ക് അല്ലേ, അതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അത് നമ്മൾ എത്രയൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാലും അതിൻ്റെ രുചി പറയാൻ പറ്റില്ല കേട്ടാ. അങ്ങനെ പാടില്ല. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വെക്കുന്ന രീതിനെ പറ്റി വേറെ ആലോചിക്കുന്ന ഓരോരുത്തരും അതിൽ എന്തൊക്കെയോ അഡീഷണൽ ചേർക്കണം പറഞ്ഞു. ഉലുവയൊക്കെ കൂട്ടെന്ന് പറയുന്ന കമന്റിനെ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ രീതി പോകും. അപ്പം അത് രസം പോലെ ആവും ചിലപ്പോൾ. അതേപോലെ തന്നെ വീട്ടിൽ അമ്മ കൂർക്കക്കൂട്ടാൻ വെക്കും എൻ്റെ അമ്മ. അതില്ലേ വേറെ ആര് വെച്ചാലും ആ ഒരു രുചി ഏഴരികത്ത് കൂടെ പോവില്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, കൂർക്കക്കാലായാൽ ഞാൻ ഇവിടെ അത് കൂട്ടം കൂടും. അമ്മ വെക്കുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ കൂർക്ക. അത് ഞാൻ വെച്ചാലും കൂടി ശരിയാവില്ല, കുറച്ച് നീണ്ടിട്ടായിരിക്കും കേട്ടാ. പക്ഷെ പരിപ്പൊന്നും ഇടാണ്ട് വെറുതെ കൂർക്കമണിയും കൊണ്ട് കറി വെക്കും. എങ്ങനെ ഞാൻ എന്നിട്ട് അമ്മയടുത്ത് പറയും, അമ്മ നിങ്ങളത് വെക്കുന്നത് ഇക്ക് കാണിച്ചിട്ട്. ഇക്ക് അമ്മ കാണിച്ചു തന്നാലും അമ്മ വെക്കണ
ആവില്ല ആ ഒരു ടേസ്റ്റ്. ഇപ്പം ഇവിടെയൊക്കെ പറയുന്നേക്കാ, ഞാൻ മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ പറയും മീൻകറിയൊക്കെ ശരിയാവും. അതെ. ഞാൻ മീനതിന് ഏത് രീതിക്ക് വെച്ചാലും നമുക്ക് ഈ രീതിക്ക് വെച്ചാൽ മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് ഇപ്പോൾ കുടംപുളിയൊക്കെ ഇട്ട് വെച്ചപ്പോൾ ഒരു രുചിയില്ലായില്ല. അത് വേറെ ഒരു രുചിയാണ്, പക്ഷെ നല്ല രുചി തന്നെയാണ്. പക്ഷെ എനിക്ക് കുടംപുളി ഇട്ടിട്ട് മുളക് ചാറ് വെക്കില്ലേ, അതാണ് കേട്ടോ ശരിക്കും മീൻകറികളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. അങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് ചോറ് കഴിക്കുമ്പോൾ പിറ്റത്തെ ദിവസത്തേക്ക് ആകുമ്പോഴേക്കില്ലേ അത് ഇങ്ങനെ ചട്ടിയിൽ ഒന്നും കൂടി അങ്ങനെ വറ്റിച്ചിട്ട് ആ ഒരു കഷ്ണം മീനും തുള്ളി വറ്റിച്ച് ചാറൊക്കെ കൂട്ടി ചോറിനാൻ നല്ല രസമല്ലേ. ഓ, വായിൽ കൊതി വരുന്നു. ഇറച്ചിയുള്ളപ്പോഴും അല്ലേ. ഇതാ ഇറച്ചിയുള്ളപ്പോഴും മീനിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അമ്മുട്ടി പഠിക്കണ സമയത്ത് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരും. അല്ലെങ്കിൽ അവളെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടാകും. അമ്മുവിൻ്റെ സൗണ്ടില്ലേ അധികം ആൾക്കാർ കേൾക്കില്ല പറയില്ലേ. അമ്മു പതിഞ്ഞേ സംസാരിക്കുള്ളൂ. അവൾക്ക് ആരെങ്കിലും ഒച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരും പെട്ടെന്ന്. ആരും ഇപ്പം ഞാൻ തന്നെ ഒച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മതി അമ്മ എന്തിനാ അങ്ങനെ ഒച്ചിടുന്നത് ചോദിക്കും. വീഡിയോയിൽ പിന്നെ ചില്ലി വേണമെങ്കിൽ എടുത്തോണ്ടി എടുത്തറ. നിങ്ങൾ നെയ്ച്ചോറ് കഴിച്ചല്ലേ, കഴിച്ചോ? കഴിച്ചുണ്ണി. എന്നാ ഉണ്ണി, എന്നാ കുഞ്ഞെന്നാ അങ്ങനെ വിളിക്കരുതാ, അങ്ങനെ വിളിക്കാൻ പാടില്ല. ആ പൊന്നൂസ്, നിന്റെ കേട്ടാ പൊന്നൂസ് പഠിക്കുക, നിന്റെ കേട്ടാണ് വാവ് പഠിക്കുക, മനസ്സിലായി? അപ്പൊ നീ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിർത്തിക്കോളും. ആ നീ കേൾക്കരുത് ഇതിനുള്ള അങ്ങനെ വിളി. ഞാനും വയ്ക്കട്ടെന്നാ. ആരും വെച്ച് ചപ്പോ എല്ലാ പൊന്നാരങ്ങളും അറിയാം ഒരു കാര്യം കിട്ടണമെങ്കിൽ എന്താ ചെയ്തത്. അതല്ല രസേ. ഇപ്പൊ വിളിച്ചപ്പോഴേ എന്താ നിനക്ക് ആരെ ഇഷ്ടം ചോദിച്ചു. വലിയച്ഛനെ ഇഷ്ടം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന ഇഷ്ടമല്ലല്ലോ ചോദിച്ചു. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിയും. എന്താ നിങ്ങൾ ചോറിൻ്റെതല്ലേ പറഞ്ഞിട്ട് തരുന്നു കേട്ടോ. എന്താ അവര് നെയ്ച്ചോറ് കഴിച്ചേ. അപ്പോൾ ആ കഴിച്ചു. കുഞ്ഞനും കഴിച്ചു, കുഞ്ഞുണ്ണിയും കഴിച്ചു, പൊന്നൂസും കഴിച്ചു. അപ്പോൾ ഇവര് ഞാൻ പറഞ്ഞത് നിർത്തിയില്ലേ. അപ്പോൾ നിനക്ക് ആരെ കൂടുതൽ ഇഷ്ടം ചോദിച്ചു. എനിക്ക് വലിയച്ഛനെ ഇഷ്ടം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് വലിയച്ഛനല്ലേ ഇഷ്ടം, അപ്പം നീ ഈ വലിയച്ഛൻ്റെ അടുത്ത് കൂട്ടുകൂടിയാൽ മതി, എൻ്റെ അടുത്ത് കൂട്ടുകൂടണ്ടാ പറഞ്ഞോട്ടമ്മ. ഞാൻ നാളെ എന്താ അമ്മ നിനക്ക് വരുമ്പോൾ ആപ്പിൾ ഓറഞ്ചൊക്കെ കൊണ്ടുവരാട്ടോ പറഞ്ഞു. ഞാൻ തിന്നാട് നീച്ചു കൂട്ടോ, ഞാൻ പറഞ്ഞു ഈ തിന്നാട് പോയിക്കൊക്കെ എന്താണ് എനിക്ക് അമ്മൂനെ അച്ഛനെ ഇഷ്ടം പറഞ്ഞപ്പോൾ പറയാണ് ഞാൻ പോവും പറഞ്ഞു. ആ പൊക്കോ പറഞ്ഞു. ഞാൻ പോവുന്നു. ഈ എവിടേക്കാ പോവാ? അവ റൂമിൽ പോയിരിക്കത്രേ, വെറുതെ തമാശക്കാണ്. ഈ താഴത്തെ വീട്ടിൽ പോയിരുന്നു. ഇതെൻ്റെ വീട്, താഴത്തെ വീടല്ല അത്രേ. കുട്ടികൾക്ക് എങ്ങനെ എന്നറിയോ, പണ്ടത്തെ പോലെയല്ലേ ഇപ്പോഴത്തെ മക്കൾക്ക്. നല്ല ബുദ്ധിയുള്ള മക്കളാണേ. കഴിഞ്ഞോട്ടോ. നല്ല വൃത്തിയായിട്ട് വർത്താനം പറയുന്നുണ്ട്. ബാക്കിയുള്ളവരൊന്നും ഇങ്ങനെ വർത്താനം പറയാനില്ല. വാവയ്ക്ക് എന്താ ഇപ്പോഴും എന്താ പറയുന്നത്? ഇപ്പോഴും വാവ റെഡി ആയിട്ടില്ല. വാവ ഇന്നില്ലേ, വാവയുടെ രീതികളെ വ്യത്യാസമാണ് അല്ലേ. ഏത് കൂട്ടത്തിലും കൂടാത്ത ആര് വാവ അത് തോന്നുകയാണ്. കുഞ്ഞുണ്ണിക്ക് രീതിയല്ല, മൂന്നാളിന് രണ്ടാളുടെ രീതിയല്ല. കിച്ചുവിൻ്റെ അല്ല, കുഞ്ഞൻ്റെ അല്ല, പൊന്നൂസിൻ്റെ അല്ല. അവൻ വേറൊരു ടൈപ്പാണ് കേട്ടോ. അവന് ഇപ്പോഴും നല്ല വൃത്തിയിൽ പോകണം. ചെറുപ്പമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അവന് പാൻറ് ഇടണം പറഞ്ഞാൽ പാൻറ് തന്നെ ഇടണം. അവൻ്റെ ചെരുപ്പാണ് വെച്ചാലും എന്താ
ബട്ടൺസ് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൻ ബട്ടൺസ് ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോവാ പറയും. പക്ഷെ കുഞ്ഞുണ്ണി നടക്കില്ല, അവൻ പിന്നെ സൂചിയെങ്കിലും കുത്തിയിട്ടേ ആ കുട്ടി പോവുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളൊരു മാറ്റം നല്ല രീതിയിലുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എന്താണെന്നറിയോ, അതൊരു മൂലയിൽ എവിടെയെങ്കിലും പോയിരുന്നു ടി വിയും കണ്ട് അത് അങ്ങനെ ഇരുന്നോളൂ. ഇവരുടെ ഒരു ശല്യമില്ല. ഇന്നിപ്പോൾ ഇതാ കുഞ്ഞല്ല കിച്ചുവിൻ്റെ പിന്നാലിന്ന് മാറിയിട്ടേ ഇല്ല. ആ കിച്ചു അങ്ങനെയാണ്. ശരിക്കും പെൺകുട്ടികളുടെക്കാട്ടിലും ചെക്കൻ കുട്ടികൾക്ക് കുറച്ച് പൊട്ടിത്തെറുപ്പ് കൂടുതലാണെന്നേ ഉള്ളൂ അല്ലേ? ഒക്കെ തമ്മിൽ തമ്മിൽ കൂട്ടിപ്പിടുത്തുണ്ട്. ഒരു പൊട്ടിത്തെറുപ്പ് വലിയ ഭാഗ്യം. അതിനെ ഇപ്പം എന്താ ഇന്നിപ്പോൾ അനിയൻ്റെ എന്നാലും ചിലവർക്കൊന്നും ഉണ്ടാവില്ല. അതേ ഇവിടെ എൻ്റെ നിന്റെ പറയാല് ഒരു സാവകാശം ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. അത് മാത്രല്ല, അതുകൊണ്ടാണ് ഒന്നാമത് ഇപ്പോൾ ഒരു മുട്ടായി ഇട്ട് വെച്ചാൽ ഓടി വന്ന് കൊണ്ടുവന്ന് കൊടുക്കും. അത് അവർക്കത് ശീലമായി. ഇപ്പോഴും ഇന്ന് ഞങ്ങൾ ഈ വീട് വെച്ചത്, ഞങ്ങൾ ആനപ്പാറയിലാണ് വീട് വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാല് യാതൊരു ബന്ധം ഉണ്ടാവില്ല കാണുമ്പോൾ. എന്നാ എന്താ നമ്മളാണ് പറഞ്ഞാൽ അങ്ങനെ തന്നെ കേട്ടോ. കാണുമ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾക്ക് കാണുക എന്നല്ലാതെ നമ്മുടെ പണിയൊരുങ്ങി നമ്മൾ വീട്ടിൽ മുണ്ടാതിരിക്കും. പിന്നെ ഇപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ തോന്നുമ്പോൾ ഒന്ന് വരും. അതും ചിലപ്പോൾ എന്തെങ്കിലും തരും. നമ്മളതിന് രണ്ടോടത്തായി കഴിഞ്ഞ് കുടുംബം രണ്ടോടത്തായി കഴിഞ്ഞ് തീർന്നു. വേറെ പോയാൽ തീർന്നു, എല്ലാം തീർന്നു. പിന്നെ ഉള്ളവർക്ക് എപ്പോഴും ഉണ്ടാവും ലേട്ടാ, ഇല്ലാത്തവർക്ക് ഇനി ഇല്ല. എന്താണ് ഇനി ഇറച്ചിക്കേ ഊണ് കഴിക്കുമ്പോഴേക്ക് വേണം ഇങ്ങനെ തിന്ന എങ്ങനെ ശരിയാവുക? അത് മക്കളോടില്ലേ നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞ് ശീലിപ്പിക്കണം, ഇന്നോരുടെ കുട്ടിയോള ഇന്ന പോലെയാണ് എന്നുള്ളത്. അല്ലാതെ വലുതായിട്ട് പെട്ടെന്നൊരു ദിവസം എന്താ ചിലവർ ഉണ്ടാവില്ലേ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ എൻ്റെ അതെ അതല്ലേ ഇപ്പം എൻ്റെ കൂട്ടുകാരികൾ പറയാറുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്, എൻ്റെ പ്രസിയേ ഇയ്യ് വേറെ വീട് വെച്ച് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇയ്യ് വേറെ വീട്ടിൽ തന്നെ ആയിരിക്കും താമസം, ഇയ്യ് അങ്ങോട്ടൊന്നും പോയില്ല വേറെ. ഇപ്പം നീ എന്തിനാ മാറി ചോദിക്കുന്നുണ്ടമ്മ? അപ്പോൾ അങ്ങനെ നമ്മൾ അന്നേ പറഞ്ഞല്ലേ, നമ്മൾ താമസം ഒരു വീടപ്പുറത്തായി കണ്ട് താമസം മാറുന്ന രീതിക്ക് ഒരു താമസമല്ല ഉണ്ടാവുക. നമ്മളൊന്നല്ലെങ്കിൽ അവിടെ ആണെങ്കിൽ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഉണ്ടാവും. എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അനിയേട്ടൻ കേട്ടില്ല എന്നാൾ പറയുമ്പോൾ. അനിയേട്ടൻ ഉണ്ടോ ചോദിച്ചിരിക്കുമ്പോൾ ഞാൻ ഇല്ല പറയും, അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനിയേട്ടൻ ഉണ്ടടി അവിടെ ചോദിച്ചാൽ ഇല്ലപ്പോൾ പുറത്ത് പോയി പറയും. അപ്പോൾ അവർ പറയും എന്താ എൻ്റെ പ്രസി നിന്നെ അങ്ങനെ കാണുമ്പോൾ എനിക്കൊരു സങ്കടമില്ല. അങ്ങനെ നമുക്കങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിലല്ലേ നമുക്കത് തോന്നുള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല കേട്ടോ. ഇവിടെയാണ് വെച്ചാലും അവിടെയാണ് വെച്ചാലും നമുക്ക് ഒരേപോലെ. എനിക്ക് ആരെങ്കിലും ഇല്ലെങ്കിലാണ് വിഷമം. അപ്പം അമ്മ ഇല്ല പറഞ്ഞു വെച്ചാൽ അമ്മ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് ചോർന്നു നാളെ അമ്മ വരും നാളെ അമ്മ വരും. അപ്പം അനിയേട്ടനും ചോദിക്കും സുകന്യയും ചോദിക്കേണ്ടി അടുത്ത്, നിങ്ങൾക്ക് എന്താ ഇപ്പം അമ്മ വരാത്തതിന് ഇത്ര ഇത്? അപ്പം ഞാൻ ഇപ്പോൾ വരുന്നുണ്ടാവും. ആ വരുന്ന ദിവസം അതല്ലെങ്കിൽ ഞാൻ അന്ന് ഒരു 5-6 പ്രാവശ്യമെങ്കിലും ബിരിയെടുത്ത് രണ്ടാമത്തെയും പറയും അമ്മ വരാ പറഞ്ഞതല്ലേ. നിമ്മി പെങ്ങളെ വിളിച്ച് ചോദിക്കും, അപ്പോൾ വരാ പറഞ്ഞല്ലേ എന്താ വരാത്തത് എന്നുള്ളത്. നമുക്ക് വീട്ടിൽ ആളില്ലാത്ത പോലെ തോന്നുള്ളൂ കേട്ടോ. അവിടെ അപ്പുറത്ത് എന്നും എനിക്കില്ലേ വീട്ടിൽ എപ്പോഴും ആൾ വേണം. എന്താ വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്താണ് പറഞ്ഞാലും ഇവിടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. ഏട്ടൻ എവിടേക്ക് പോവാച്ചാലും അനിയന്മാരും ഉണ്ടായിരുന്നു, അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. ഇല്ലമ്മ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടേ ഇല്ലല്ലോ അധികം. ഇല്ലല്ലോ അല്ലേ? ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് നിന്നിട്ടേ ഇല്ല. ഒറ്റയ്ക്ക് നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവരൊക്കെ കല്യാണമോ കാര്യങ്ങൾക്കൊക്കെ പോവുകയെന്ന് പറഞ്ഞാലേ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാനും തോന്നില്ല. ഇവർ വരട്ടെ തോന്നും. കഴിഞ്ഞോട്ടോ. പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടു. കളറില്ലെങ്കിലും അല്ലേ? ഇന്ന് നമ്മളെ നമ്മുടെ ഫസ്റ്റ് ഈ ചാനലിൽ തന്നെ കേട്ടോ ലൈവ് വന്നപ്പോഴേ
ഒരു എന്താ പറയുക, ഒരു ചെക്കൻ ശരൺജിത്തോ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളൊരു മോശമായിട്ട് ഒരു വീഡിയോയിൽ എന്തെങ്കിലും കാണിക്കുക വെച്ചാൽ അത് പറയുക. ഇത് ഒരു ഇതുമില്ലാണ്ട് പറയുമ്പോൾ എന്നിട്ട് എനിക്ക് ഒരു ചേച്ചി കേട്ടോ പറഞ്ഞു, പ്രസി കുട്ടികളെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണേ. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷനൊക്കെ പറയുന്നില്ലേ, 2 കുഞ്ഞു മക്കൾ പെൺകുട്ടികളല്ലേ, ഇങ്ങനെയുള്ള കള്ളും കഞ്ചാവും കഴിച്ച് നടക്കുന്ന ആൾക്കാർ. അതിന്റെ വർത്താനം കേട്ടാലും അറിയില്ലേ, കഞ്ചാവാണ്. കഞ്ചാവ് അടിച്ചവനെ ഉപദേശിക്കാൻ നിന്നിട്ട് എന്താണ് കാര്യം? കഞ്ചാവ് MDMA എല്ലാം സാധനങ്ങൾ അടിച്ചേറ്റവന് പിന്നെ എന്താണ് അമ്മയും പെങ്ങളും കുടുംബത്തിന്റെ ഒക്കെ വില അറിയും. പക്ഷേ ഏട്ടാ എന്താ നമ്മളതല്ല പറയുന്നത്, നമുക്ക് എനിക്ക് സത്യം പറയാലോ, എനിക്ക് ആരെയും ദ്രോഹിക്കണമെന്ന് ഒരാഗ്രഹമില്ല കേട്ടോ. നമ്മളൊരാളുടെ ദ്രോഹിക്കുകയോ ഒരാളെ പിടിച്ചു പറിക്കുകയോ ഒരാളെ പറ്റിക്കുകയോ. നല്ലൊരു കുടുംബത്തിൽ ജീവിക്കുന്നവന് കുടുംബത്തിന്റെ വില അറിയാം, കുടുംബ ബന്ധങ്ങളുടെ വില അറിയും. അതല്ലാത്തവന് എന്തറിയാണ് ഈ തെരുവ് കൂടെ നടക്കുന്ന നായക്ക് എന്ത് കുടുംബ ബന്ധം അറിയാൻ? കോഴി കൂടെ വന്ന് കോഴീനെ പിടിച്ച് തിന്നു, അതിനവിടെ കൊന്നിട്ട് പോയി തന്നെ അവനതിന്റെ നായ്ക്ക് എന്താ അറിയാനാ? ഒരാളുടെ കോഴിയാണ്, അവരാ കോഴികളെ സ്നേഹിക്കുന്നുണ്ട്. എന്ത് കോഴി വെച്ചിട്ട് എന്ത് വെച്ചിട്ട് അത് ബാക്കിയുള്ളൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്നും പ്രശ്നങ്ങളൊന്നും അറിയാത്ത ഈ ഇതുപോലെ വൃത്തിയിട്ട കുറെ ജന്മങ്ങളുണ്ട്. നമുക്ക് എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഇതുപോലെ കുടുംബത്തിൽ പറക്കാത്ത കുറേ ഉണ്ട്. നാടിനും വീടിനും നാട്ടുകാർക്കും മുഴുവൻ ദ്രോഹമായിട്ട് നടക്കുന്ന കുറേ ഉണ്ട്. അതൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാ. അതിനൊന്നും ഉപദേശിക്കാൻ അതിൻ്റെയൊക്കെ വഴിക്ക് നടന്നു കഴിഞ്ഞല്ലേ നമുക്ക് തല ഭ്രാന്തിട്ട് വരും. പക്ഷെ ഒരു കാര്യം പറയാട്ടോ, നിങ്ങൾ എന്താ സംസ്കാരം എന്നുള്ളത് ഇല്ലേ അവനാന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാവേണ്ടത്. എമ്മാതിരി മോശമായ രീതിയിൽ വെച്ചിട്ടാ സംസ്കാരം എന്നുള്ളത് അവനാന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാവണ്ട, അല്ലാണ്ട് അത് വേറെ എവിടെ നിന്ന് കിട്ടുന്നതല്ല. അവനാന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് അത് നാട്ടിലൊക്കെ നടക്കുമ്പോൾ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാതെയാവും. ഇത് നാട്ടുകാർക്കും വീട്ടുകാർക്കും മുഴുവൻ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇതൊക്കെ വലിച്ചിട്ട് കഴിഞ്ഞ് പിന്നെന്താണ് നാട്ടുകാരും വീട്ടുകാരും കുടുംബവും കുട്ടികളും അച്ഛനും അമ്മയും ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാവുക? എനിക്ക് അവരോട് മറുപടി പറയുമ്പോൾ എനിക്ക് സങ്കടം വരികയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നിട്ടും പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ. ഞാനപ്പോൾ വേറെ പണിയിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പൂരത്തൊരു വിളിച്ചായിരുന്നു. ലൈവാണെന്നും കൂടി മറന്നിട്ട് എൻ്റെ നിയന്ത്രണം വിട്ട് ഞാൻ വിളിച്ചായിരുന്നു. എന്താ അത്ര മോശമായ രീതിക്ക് കമന്റ് വരുന്നത്. ഒരു പെണ്ണിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവനെ അമ്മയും പെങ്ങളൊന്നും ഇല്ലേ? നമ്മളെ എന്തെങ്കിലും അല്ല, ഇവന് അമ്മയും പെങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ലേ? ഇവൻ മാനത്ത് പൊട്ടിക്കൊണ്ടൊക്കെയാണ്. അതിന്റെ വർത്താനം കേട്ടറിയാം. ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ കഞ്ചാവും ഇതൊക്കെ അടിച്ചേറ്റി കഴിഞ്ഞ് പിന്നെ ഇതിന്റെ അറിയണ്ടേ വല്ലതും. പിന്നെന്താ അമ്മയും പെങ്ങളും വെച്ചിട്ട് കാമം കിട്ടുന്ന കവറൊക്കെ എഴുതണമെങ്കിൽ പിന്നെ എന്താ ചെയ്തത്? എന്താണ് നമുക്ക് ഇതിനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റണ്ടെന്നല്ല, പക്ഷെ ചെയ്ത് കഴിഞ്ഞില്ല മാനം കെട്ട് ചാവേണ്ടി വരും. പിന്നെ നമ്മൾ നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മള് ആരെയും ദ്രോഹിക്കുന്നില്ല കേട്ടോ. നമ്മളൊരാളെ ദ്രോഹിക്കേണ്ട. നമ്മളിപ്പോ നമ്മളെ അസോസിയേഷന്റെ കാര്യങ്ങൾക്ക് വിളിച്ചാലൊക്കെ നമ്മള് എന്തിനാണ് ഇപ്പൊക്കെ? നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിച്ച് നടക്കുന്നവരുന്നില്ല. നമുക്കതൊക്കെ ഇതിനൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും അഡ്വക്കേറ്റും അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതാ. എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനോട് പിന്നാലെ പോയി കഴിഞ്ഞാൽ അവരെന്ത് വേണമെങ്കിൽ ചെയ്തതിന് കഴിഞ്ഞാൽ നമുക്കും എന്ത് വേണമെങ്കിൽ ചെയ്യാനും പറ്റും. പിന്നിപ്പോ ഇതും നമ്മുടെ വിഷയം. നമുക്കിപ്പോ ഇതിന്റെയൊക്കെ പിന്നാലെ പോയി ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ച് അവരെ ഉറക്കം കളഞ്ഞ് അവരെ ജീവിതം നാശമാക്കിയിട്ട് എന്തിട്ടാണ് ഓരോ കഴുതകൾ എന്താ ഇതിനൊക്കെ പറയും. പക്ഷെ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, എന്തെന്നറിയോ, നിങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ ഇതാവുമ്പോൾ ഇപ്പൊ നമ്മളത് ചിലപ്പോൾ വിട്ടൂന്ന് വരും. നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാണ്ടാണ് നിങ്ങൾ കള്ളുകുടിച്ചത്. പക്ഷെ വേറെ വല്ലവരില്ലേ അത് വിട്ടു കൊടുക്കുന്നല്ല കേട്ടോ ചെയ്യുക. നല്ല അതിനായി കൊടുക്കുന്നില്ല. പിന്നെ ഇപ്പോ നമ്മളിപ്പോ അതിന് പറ്റിയ സാഹചര്യത്തിലല്ല. ഇപ്പോൾ നമ്മുടെ വാക്കും കേട്ടിട്ട് കടകള്ളിയുമായിട്ട് ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ദിശമാറി പോയല്ലേ, നാളെ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. നമുക്കിപ്പോൾ നമ്മൾ ഇറങ്ങിയൊരു കാര്യമുണ്ട്, ആ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നുള്ളൂ. കടുക് തളിച്ചു, കടുകിട്ടിട്ട് ചെറിയുള്ളി ഇട്ടു, പിന്നെന്തമ്മ ഉണക്കമുളക് കറിവേപ്പില. അതൊന്ന് മൂത്ത് വരുമ്പോഴാ അവിടുന്ന് ഫ്രിഡ്ജിലൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും എടുത്ത് തന്നാ. എന്താണ് 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 എന്തോ ഇതെന്റെ കുട്ടിയാ.
അതാ 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 ഞാൻ എടുക്കില്ല, ഇത് എന്റെ കുട്ടിയാ. നിന്റെ കുട്ടിയാ? കുഞ്ഞാ, ഈ ആരുടെ കുട്ടിയപ്പ പറഞ്ഞോ? മിഞ്ഞാന്ന് വാങ്ങിയ മീനാ. ഇതാ തുടക്കല്. ആ എന്നാ ഞാനാണല്ലോ അവളുടെ ചിക്കന്റെ ഓരി ഉണ്ടെന്ന്. അവള് ചോറിൻ്റെതല്ലേ. എന്റെ ചിക്കൻ ഓരി കഴിഞ്ഞിട്ടോ. ചോറ് നേരത്തെ തിന്നവർക്ക് തീർന്നു. ശരി ശരി. ആ അവളെന്തിനാ പോണു ചോദിച്ചോക്ക് നിങ്ങള്. എന്തിനു പോണ്? നൂറൂട്ടാൻ. ടി വി കാണാനാണ് ഇങ്ങനെ നടന്നു പോയിരിക്കുന്നത്. ഇതാണ് മുളകർത്ത പുളി. ചൂടുണ്ടാവൂട്ടമ്മ. എന്തിനാ ഇത് ഇന്നലെ മീൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വാങ്ങിയത് വറുത്തത് കുറച്ച് വറുത്തിട്ട് ബാക്കി അവിടെ വെച്ചു. കൈ കൊള്ളുന്നു. മുടി ചോറിന് അമ്മ ചോറിനൂടെ വന്ന നിങ്ങൾക്ക് വെച്ചില്ലേ? കഴിച്ചോളി, ചോറിനോളി, ഞാൻ വർക്ക് ചെയ്യും. കഴിച്ചോളി നിങ്ങള്, ഞാൻ വർക്ക്, അതല്ലേ ഉള്ളൂ. വിശക്കാണ്ട. അപ്പോഴേ നമ്മൾ വിശേഷം നിർത്തുകയാണ്. കോമ്പിനേഷൻ എന്താണെന്നറിയോ? ചിക്കൻ ചില്ലി, മുളക് വറുത്ത പുളി, വേറൊന്നും വേണ്ട. വയറ് പറഞ്ഞിട്ടാ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വിശേഷം നിർത്തട്ടെ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ.